നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന പോലീസ് സേനയിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെട്ട് BJP. തൃശൂർ ACP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. P. ശശിയാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ. ഷൊർണൂരിൽ BJPയുടെ DYSP ഓഫീസ് മാർച്ച്. റീൽസ് വീഡിയോ ചിത്രീകരണം. ചാവക്കട ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. പരിക്കേറ്റത് മണത്തല സ്വദേശി സൽമാൻ ഫാരീസിന്. ഫാരീസ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വടക്കാഞ്ചേരി ചേപ്പിലക്കാട് ജനവാസ മേഖലയിൽ ഒരാഴ്ചയായി ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. രാത്രി വീടുകൾക്ക് സമീപം വരെ ആനകളെത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായും പരാതി. കേരള പിറവി ദിനത്തിൽ സമര പ്രഖ്യാപനത്തിനൊരുങ്ങി കർഷക മുന്നേറ്റം. പറമ്പിക്കുളം ആളയാർ കരാറിന്റെ കാര്യത്തിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി വാക്കുപാലിച്ചില്ല. മന്ത്രിയായതോടെ K. കൃഷ്ണൻകുട്ടി കർഷകരെ വിസ്മരിച്ചെന്ന് കർഷക മുന്നേറ്റം മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ. എലപ്പുള്ളിയിലെ നെല്ല് സംഭരണ വിപണന സംസ്കരണ കേന്ദ്രമായ പാഡിക്കോയിൽ കോടികളുടെ ക്രമക്കേടെന്ന് ആരോപണം. സഹകരണ സംഘത്തിന്റെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചവരെ കണ്ടെത്തി സ്വത്തുകൾ കണ്ടുകെട്ടണമെന്ന് പാഡിക്കോ സംരക്ഷണ സമിതി പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ട് തൃശൂർ ACP ഓഫീസിലേക്ക് BJP മാർച്ച്. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പഴയ നടക്കാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തൃശൂർ ACP ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. P. ശശിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ ഗുരുക്കന്മാർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരോടൊക്കെ കേരളത്തിൽ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന കാര്യം തുറന്നു പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സൂചന നൽകിക്കൊണ്ട് ഞങ്ങൾ എന്തായാലും റോഡിൽ തന്നെയാണ്, ആ റോഡിലും ഞങ്ങൾ നിൽക്കും. ഞങ്ങളുടെ കയ്യിലെ പുസ്തകമുണ്ട്. ആ പുസ്തകം പോലീസ് അധികാരികൾ റവദാ ചന്ദ്രശേഖരാണ് DGP. റവദാ ചന്ദ്രശേഖരന്റെ ഗുരുക്കന്മാരൊക്കെ പല പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അപ്പോ അങ്ങ് പറയണം, കേരളത്തിൽ സ്വാതന്ത്ര്യമില്ല DGPക്ക് എന്ന് പറയാനുള്ള നട്ടെല്ലും നിവർത്തി അങ്ങോട്ട് നിന്ന് പറയണം. കേരള പോലീസിൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബാറോല് കിട്ടുമ്പോൾ അതിനനുസൃതമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂവെന്ന് അങ്ങേപ്പോലുള്ള ആളുകൾ അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിക്കണമെന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് CPMന്റെ യൂണിയൻ നേതാക്കളായ ചില DYSPമാരാണെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്. പോലീസ് ഭീകരതയ്ക്കെതിരെ ഷൊർണൂർ DYSP ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു E. കൃഷ്ണദാസ്. കേരള പോലീസ് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സുകളിൽ ഒന്നാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരള പോലീസ്. എന്നാൽ സത്യമെന്താ, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ 1-ാം നമ്പർ സർക്കാർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കഴിഞ്ഞ 9 വർഷത്തിൽ ഏതാണ്ട് 16 പേരാണ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, പുരുഷന്മാർ മാത്രമല്ല ഇവരുടെ പീഡനം ഏറ്റുവാങ്ങുന്നത്. സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഈ 10 വർഷത്തിൽ മരണപ്പെട്ടവരുടെ പട്ടിക നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അത് നമുക്ക് ആ പട്ടിക പഠിക്കുന്ന സമയത്ത്
നമുക്കൊരു 10 വട്ടം വായിച്ചാലും പിന്നീട് നമുക്ക് ആ പേരുകളൊന്നും നമുക്ക് സ്വാഭാവികമായിട്ട് വരില്ല. കാരണം അത്രയും നീണ്ട പട്ടികയാണ്. തിങ്കളാഴ്ച രാവിലെ പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഷൊർണൂർ പോലീസ് സ്റ്റേഷന് സമീപം CIV രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി പൂക്കാട്ടിരി ബാബു, മേഖലാ വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ, KP പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ MP സതീഷ് കുമാർ, EP നന്ദകുമാർ, VB മുരളീധരൻ, ജില്ലാ സെക്രട്ടറിമാരായ KV ദിവാകരൻ, P. രജിത, K. പ്രസാദ്, CS ദാസ്, സത്യഭാമ, M. മണികണ്ഠൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ഷാജി, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KV വരുൺ പ്രസാദ്, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ, BJP മണ്ഡലം പ്രസിഡന്റുമാരായ R. രഞ്ജിത്ത്, സുമേഷ്, ദിനേശ്, അഡ്വക്കേറ്റ് മനോജ്, ബിജു നെല്ലമ്പുള്ളി, സ്മിത, മനോജ് ആറാണി, കൃഷ്ണകുമാർ, സ്വരൂപ്, ഗോപകുമാർ, ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റീൽസ് വീഡിയോ ചിത്രീകരണം. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിൻ്റെ കൈപ്പത്തി തകർന്നു. മണത്തല ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഫാരിസ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വലതു കൈപ്പത്തി തകർന്ന സൽമാൻ ഫാരിസിനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയാണ് ഇയാൾ ഗുണ്ട് പൊട്ടിച്ചത്. ലൈറ്റ് ഹൗസ് സന്ദർശിക്കാനാണ് സൽമാൻ ഫാരിസ് ഉൾപ്പെട്ട സംഘം മുകളിൽ കയറിയത്. ഇതിനിടയിലാണ് യുവാവ് കയ്യിൽ കരുതിയിരുന്ന ഗുണ്ട് പൊട്ടിച്ചത്. റീൽസ് വീഡിയോ ചിത്രീകരിക്കാനാണ് ഗുണ്ട് കയ്യിൽ കരുതിയിരുന്നത്. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും ഉഗ്രശബ്ദം കേട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. സംഭവത്തെക്കുറിച്ച് ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരിൽ 4 പേർ കസ്റ്റഡിയിലാണ്. ഒരാൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറമ്പിക്കുളം ആളിയാർ കരാറിൻ്റെ കാര്യത്തിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി വാക്കു പാലിച്ചില്ലെന്ന് കർഷക മുന്നേറ്റം. മന്ത്രിയായതോടെ K. കൃഷ്ണൻകുട്ടി കർഷകരെ പാടെ മറന്നെന്ന് കർഷക മുന്നേറ്റം മുഖ്യ സംഘാടകൻ വർഗീസ് തോട്ടുപറമ്പിൽ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഈ പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് പോയപ്പോൾ ചിലയിടങ്ങളിൽ നിന്നൊക്കെ ചില വാക്കുകൾ കേട്ടു. സത്യത്തിൽ അപ്പോഴാണ് അതൊക്കെ അറിയുന്നത്. ഏതോ ഒരു സ്ഥാപനത്തിനെതിരെ കർഷക മുന്നേറ്റം കേസിന് പോയില്ലേ, എന്നിട്ട് എന്തായി എന്നൊക്കെ. അപ്പോൾ നിങ്ങളോട് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്, കർഷക മുന്നേറ്റത്തിൻ്റെ സംസ്ഥാന സമിതിയുടെ അംഗീകാരമുള്ള ഒരു പ്രവർത്തകനും പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥാപനത്തിനെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ യാതൊരുവിധ പരാതികളുമായിട്ട് കോടതികളിലോ അധികാര സ്ഥാനങ്ങളിലോ ഇതുവരെ പോയിട്ടില്ല, പോകാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഒരു വ്യവസ്ഥിതിക്കെതിരെയാണ് കർഷക മുന്നേറ്റം പ്രവർത്തിക്കുന്നത്, അതിൽ വ്യക്തികൾക്കെതിരെയല്ല. ഞാനിപ്പോൾ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രഖ്യാപനങ്ങൾ പോലും നമ്മൾ അതൊരു പരാതിയുമായിട്ട് നമ്മൾ, കാരണം അത് നെൽ കർഷകരും ഭക്ഷ്യവിള കർഷകരും വാക്കുകൾക്ക് അതീതമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കർഷക പരമ്പരയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണിന്ന്. പ്രതിസന്ധികൾ മറികടക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വർഗീസ് തൊടുപറമ്പിൽ ചൂണ്ടിക്കാട്ടി. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. നെൽകർഷകർക്ക് യഥാസമയം സംഭരിച്ചതിനുള്ള തുക നൽകുക, വന്യജീവി ആക്രമണവും പ്രകൃതിക്ഷോഭവും മൂലം കൃഷിനാശമുണ്ടായാൽ അർഹമായ നഷ്ടപരിഹാരം നൽകുക, കാർഷിക സർവകലാശാലകളിലും മറ്റ് കാർഷിക പഠന കേന്ദ്രങ്ങളിലും കർഷകരുടെ മക്കൾക്ക് സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് വച്ചു. കേരളപ്പിറവി ദിനത്തിൽ അനിശ്ചിതകാല സമരപ്രഖ്യാപനം നടത്തുമെന്നും വർഗീസ് തൊടുപറമ്പിൽ വ്യക്തമാക്കി. 10 സെന്റ് നികത്താൻ ചോദിക്കുമ്പോൾ അനുമതി കൊടുക്കാത്ത സർക്കാർ ഒടുവിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. ആ നിയമത്തിന് വേണ്ടി നിരന്തരമായി 2005 മുതൽ സമരം ചെയ്യുകയും നിരാഹാരം അനുഷ്ഠിക്കുകയും അത് കേരളമല്ല ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്ത സമരത്തിൽ ഞങ്ങൾക്കിനി പറയേണ്ടി വരും, ഇത്തരം നിയമങ്ങൾ ധനവാന്മാർക്ക് ലംഘിക്കാമെങ്കിൽ എന്തിനിത്തരം നിയമങ്ങൾ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ കർഷക മുന്നേറ്റം വീണ്ടും സമരമുഖത്തേക്ക് പോകുന്നത് ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ചല്ല. പാലക്കാട്, മലപ്പുറം,
തൃശ്ശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് നവംബർ 1-ാം തീയതി സമരപ്രഖ്യാപനം നടക്കും. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ സർക്കാരിന് സമരരേഖ കൈമാറും. ഇതിനിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗൃഹസദസ്സുകളും കവലയോഗങ്ങളുമൊക്കെ ഞങ്ങൾ നിർബാധം തുടരും. അനിശ്ചിതകാല സമരം എന്ന് ആരംഭിക്കുമെന്നുള്ളത് കേരള പിറവി ദിനത്തിൽ കർഷക മുന്നേറ്റം പ്രഖ്യാപിക്കും. ഇത്തവണ പ്രധാന സമരവേദി പാലക്കാടായിരിക്കണം എന്ന് കർഷക മുന്നേറ്റം നിശ്ചയിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ശശികുമാർ കളപ്പക്കാട്, വി ശിവരാമകൃഷ്ണൻ, വാസു കാഞ്ഞിക്കുളം, രേഖ വരമുദ്ര എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് എലപ്പുള്ളി പാഡിക്കോയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പാഡിക്കോ സംരക്ഷണ സമിതി. സഹകരണ സംഘത്തെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിച്ചവരെ കണ്ടെത്തി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും സമിതി പ്രസിഡന്റ് വിളിയോട് വേണുഗോപാൽ പാലക്കാട്ടെ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു നെല്ലു സംസ്കരണ വിപണന സഹകരണ സംഘമാണ്. അത് 21 കോടി രൂപയിലേറെ സർക്കാരിൽ നിന്നും ഗ്രാൻഡായും വായ്പയായും കേരള ബാങ്കിൽ നിന്ന് കിട്ടിയ ഒരു സംഘമാണ് പാഡിക്കോ. പാലക്കാടിൻ്റെ വലിയ കർഷകരുടെയും സാധാരണക്കാരുടെയും വലിയൊരു ആശാകേന്ദ്രമായിരുന്നു പാഡിക്കോ. പക്ഷേ ഇന്ന് അത് 6 മാസമായി പ്രവർത്തനം നിന്നിരിക്കുകയാണ്. 21 കോടി രൂപ നഷ്ടത്തിലാക്കിക്കൊണ്ട് ഒന്ന് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ, പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിശ്ചലമായിരിക്കുകയാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും 100ഓളം സാധാരണക്കാരെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. പാലക്കാട് കാർഷിക മേഖലയാണ്. കർഷകർക്കും വലിയൊരു ഒരു സംരക്ഷണ സംവിധാനമായിരുന്നു പാഡിക്കോ. അതിന് 21 കോടി രൂപയോളം നഷ്ടത്തിലായി ഇന്നത് സ്തംഭിച്ചിരിക്കുകയാണ്. എലപ്പുള്ളിയിലെ നെല്ല് സംഭരണ വിപണന സംസ്കരണ കേന്ദ്രമായ പാഡിക്കോയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് സംരക്ഷണ സമിതിയുടെ മുഖ്യ ആവശ്യം. സഹകരണ സംഘത്തെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിച്ചവരെ കണ്ടെത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് സമിതി പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വ്യക്തികളിൽ നിന്നും 1,48,00,000 രൂപ ഓഹരി മൂലധനമായി സമാഹരിച്ചും സർക്കാർ വ്യക്തികളിൽ നിന്നും വ്യവസായ ഓഹരി മൂലധനമായി നൽകിയ 2 കോടി രൂപയും ചേർന്ന് 3,40,00,000 രൂപ ചെലവഴിച്ച് പ്രവർത്തനം ആരംഭിച്ച സംഘമാണ് പാഡിക്കോ. ഈ സംഘത്തിന് 4,90,00,000 രൂപ സർക്കാർ ഗ്രാന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ 2 കോടി രൂപ വായ്പയായും നൽകി. കേരള ബാങ്കിൽ നിന്ന് 6,35,34 രൂപ അറ്റ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ലിക്വിഡേഷൻ നടപടിയിലെ നിക്ഷേപവുമുണ്ടായിരുന്ന സംഘം ഇന്ന് 21,11,03 രൂപ വായ്പ എടുക്കുകയും 1.5 കോടി രൂപ പ്രവേശിച്ച് പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതിലും അതീവ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയുമാണ് ഈ സംഘത്തിൽ നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും പാഡിക്കോ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ വിളയോടി വേണുഗോപാലിന് പുറമെ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എലപ്പുള്ളി, ട്രഷറർ CB അശോകൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കഞ്ചേരി ചേപ്പിലക്കോട് ജനവാസ മേഖലയിൽ ഒരാഴ്ചയായി ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. രാത്രിയിൽ വീടുകൾക്ക് സമീപം വരെ ആനകൾ എത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷിയും നശിപ്പിക്കുകയാണ്. റബ്ബർ തോട്ടങ്ങളിലേക്ക് രാവിലെ ടാപ്പിങ്ങിനായി പോകാൻ പോലും തൊഴിലാളികൾക്ക് ഭയമാണ്. വഴിയിലും കൃഷിയിടങ്ങളിലും ആനപ്പിണ്ടം കാണാം. വീട്ടുപറമ്പുകളിലെയും കൃഷിയിടങ്ങളിലെയും വാഴ, റബ്ബർ മരങ്ങൾ, തെങ്ങ്, പന തുടങ്ങിയവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. മണ്ണ് കുത്തിമറിച്ചിട്ടും മരങ്ങൾ മറിച്ചിട്ടും കൃഷിയിടങ്ങൾ വലിയ രീതിയിൽ നശിച്ചു. കഴിഞ്ഞ ദിവസം കുടിമിച്ചിൽ സന്തോഷ്, ഭാസ്കരൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത്. പടക്കം പൊട്ടിച്ചു മാത്രം ആനകളെ ഓടിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഇപ്പോൾ നിങ്ങളിവിടെ വന്ന് കണ്ടില്ലേ, ഈ മേഖല ആദ്യം ആന വന്നു തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി. ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഈ ചേപ്പലക്കോട് മേഖലയിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ ആൾക്കാർക്ക് റബ്ബർ വെട്ടാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് വന്നേക്കണത്.
റബ്ബർ വെട്ടാൻ എനിക്ക് ഒരു 4 ആൾ ഇവിടെ വന്നതാ. ആ 4 ആളും തിരിച്ചു പോയി. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇന്ന് കാലത്ത് പറമ്പിൽ ആന നിൽക്കണ കണ്ടിട്ട് അയാൾ വെട്ടണില്ല എന്ന് പറഞ്ഞു പോയി. ചേപ്പലക്കോട് ഈ പ്രദേശം മുഴുവൻ ഭയങ്കര ഒരു ശല്യമായിട്ട് മാറിയേക്കാണ് വന്യമൃഗങ്ങളെ കൊണ്ട്. ആന, പിന്നെ മാന്, കുരങ്ങന്മാർ, മലയണ്ണാൻ, അങ്ങനെയല്ല നാനാവിധ ജന്തുക്കളെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ പാമ്പനാൽ ഭാസ്കറിൻ്റെ ബാബു എന്ന് പറഞ്ഞ ആളുടെ തെങ്ങ് മുഴുവൻ ഒരാഴ്ച മുമ്പ് വന്ന് നശിപ്പിച്ചിട്ട് പോയി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. 7 പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന വാഹന പ്രചരണ ജാഥ പ്രയാണം തുടരുന്നു. ജാഥ പാർലയിൽ സ്വീകരണം ലഭിച്ചു. ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലമാണ് ജാഥ ക്യാപ്റ്റൻ. മുസ്ലിം ലീഗിൻ്റെ 7 പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടത്തുന്ന മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന വാഹന പ്രചരണ ജാഥയ്ക്കാണ് പാർലയിൽ സ്വീകരണം ലഭിച്ചത്. ജാഥ ക്യാപ്റ്റനും ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, സലാം മാസ്റ്റർ, റിയാസ് നാലകത്ത്, ജാഥ കോർഡിനേറ്റർ കെ അസീസ്, ജില്ലാ സെക്രട്ടറി MS നാസർ, ഇക്ബാൽ പുതുനഗരം, നിസാമുദ്ദീൻ പൊന്നുംകോട്, സലാം തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷാഫി അറയ്ക്കൽ, മുഹമ്മദ് ജാഫർ, ഇല്യാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിട്ടും LDF അംഗങ്ങൾ പ്രതിഷേധിക്കാത്തതിനു പിന്നിൽ CPM കോൺഗ്രസ് ബന്ധമാണെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പാലക്കാട്ടെ MLA എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികൾ തടയുമെന്നും പ്രശാന്ത് ശിവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് സഭയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. VD സതീശൻ ഒരു വശത്ത് പറയുന്നു ശക്തമായ നടപടിയെടുക്കും, രാഹുലിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ രാഹുലിനോടൊപ്പം സഭയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ ആളുകൾ കേരളം മുഴുവൻ വലിയ രീതിയിൽ സമര ആഭാസം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണ്. രാഹുലിനെ നിയമസഭയിൽ കാലുകുത്തിക്കില്ലെന്നായിരുന്നു CPM പ്രഖ്യാപനം. എന്നാൽ രാഹുൽ നിയമസഭയിലെത്തിയപ്പോൾ അവർ നിശബ്ദരായി. ഇതിനു പിന്നിൽ കോൺഗ്രസ് CPM ബാന്ധവമാണ്. രാഹുലിൻ്റെ കാര്യത്തിൽ BJP വ്യതിചലിച്ചിട്ടില്ല. MLA എന്ന നിലയിൽ പാലക്കാട്ട് രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കും. രാഹുൽ രാജിവെക്കും വരെ സമരം അവസാനിപ്പിക്കില്ലെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന തലത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ, പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് BJPയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹം രാജിവെക്കുന്നതുവരെ പാലക്കാടിന്റെ നിലപാടിനെ പറയാം, രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇതിൽ വ്യക്തമായ കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ടാറിംഗ് നടക്കുന്ന റോഡിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റാതെ ടാറിംഗ് പ്രവൃത്തികൾ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിലാണ് ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിലാണ് പ്രവൃത്തികൾ തുടരുന്നത്. ആദ്യം മുതൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റോഡിലെ തടസ്സമാകുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റാമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതുവരെ പോസ്റ്റ് മാറ്റിയിട്ടില്ല. പോസ്റ്റ് മാറ്റിയ ശേഷം ടാറിംഗ് പണി തുടങ്ങിയാൽ മതിയെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. PM സുബൈർ, NY നവാസ്, അതിലുപ്പ, മുസ്തഫ, ചന്ദ്രൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കിഴക്കുംപുറം റോഡ് 4-ാം വാർഡും 5-ാം വാർഡും 6-ാം വാർഡും 7-ാം വാർഡും കൂടി ചേർന്ന് വരുന്ന റോഡാണ്. പള്ളിപ്പടി മുതൽ മങ്കര വരെയുള്ള റോഡ്. ഇതിന് സൂചനമായി കിടക്കുന്ന റോഡ് ഇവിടെ എവിടെയില്ല, ഈ പഞ്ചായത്തിൽ എവിടെയില്ല. അതുപോലെ തന്നെ ഇത്രയും പോസ്റ്റ് ഇവിടെ നിന്ന് ഒരു 7-8ഓളം പോസ്റ്റ് റോഡ് സൈഡിലാണ് കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഏറെ ശ്രദ്ധ നേടിയ ഐസക് ജോർജിൻ്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ അനേകം സർജറികളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ നിർമ്മിതിയിൽ ഒരു കോതകുറിശിക്കാരൻ്റെ പങ്കു വലുതാണ്. കോതകുറിശി ചേറമ്പറ്റക്കാവ് കള്ളിവളപ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള KV സജീഷിൻ്റെ നേതൃത്വത്തിലാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്കമരണം സംഭവിച്ച ഐസക് ജോർജിൻ്റെ ഹൃദയം മറ്റൊരു യുവാവിൽ മിടിപ്പുണർത്തിയതിൽ ഡോക്ടർമാർ ഉപയോഗിച്ച ഉപകരണങ്ങൾ സജീഷ് രൂപകൽപ്പന ചെയ്തതാണ്. ലോകപ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. ഇതുൾപ്പെടെ ഏറെ സങ്കീർണതയുള്ള ശസ്ത്രക്രിയകൾക്കായുള്ള പ്രത്യേക ഉപകരണങ്ങൾ നിർമ്മിച്ച് ലോകശ്രദ്ധ നേടിയ ഒരു സംരംഭകനാണ് KV സജീഷ്.
കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനുൾപ്പെടെ നിരവധി ശസ്ത്രക്രിയാ വിദഗ്ധന്മാർക്ക് വേണ്ടി സജീഷ് പ്രത്യേകം ഉപകരണങ്ങൾ തയ്യാറാക്കി വരുന്നുണ്ട്. വിദേശ മാർക്കറ്റുകളിൽ മാത്രം ലഭ്യമാകുന്ന പല ഉപകരണങ്ങളും അനായാസമാണ് സജീഷ് തൻ്റെ പണിശാലയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ഡോക്ടർമാരുടെ ആവശ്യപ്രകാരം ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതാണ് സജീഷിൻ്റെ രീതി. വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ സജീഷിൻ്റെ ഉപകരണങ്ങൾക്ക് ഇടമുണ്ട്. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് പുറമെ മസ്തിഷ്ക ശസ്ത്രക്രിയ ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങളും സജീഷ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. 16-ാം വയസ്സിൽ ജോലി തേടി നാടുവിട്ട് ബാംഗ്ലൂരിൽ എത്തപ്പെട്ട വെറും 10ാം ക്ലാസ് യോഗ്യതയുള്ള സജീഷ് ഒടുവിലെത്തിയത് സർജിക്കൽ ഉപകരണങ്ങൾ തയ്യാറാക്കുന്ന ഒരു പണിശാലയിലായിരുന്നു. അവിടെ തയ്യാറാക്കിയെടുക്കുന്ന ഉപകരണങ്ങൾ തുടച്ചു വൃത്തിയാക്കുന്ന പണിയിൽ നിന്നും തുടങ്ങിവെച്ചതാണ് സംരംഭകത്വ മോഹം. അവിടെ വെച്ചാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്ന ഹൃദ്രോഗ വിദഗ്ധൻ്റെ ആവശ്യപ്രകാരം ഉപകരണങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്. അതിപ്പോഴും തുടർന്നു പോരുന്നു. സജീഷിനെ മികച്ച സംരംഭകനായി സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഉൾപ്പെടെ പരാമർശിക്കുകയുണ്ടായി. ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന സർജറി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ ഇന്ന് കാണുന്നൊരവസ്ഥയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, അദ്ദേഹത്തിന് കൈപിടിച്ചാണ് ഞാൻ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ ഹൃദയ ശസ്ത്രക്രിയ മാത്രം ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ ലോകമെമ്പാടും അറിയുന്ന തരത്തിലേക്ക് ഞാൻ എത്തിയത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും അതല്ലാതെയും വരുന്ന ഹൃദയത്തിന് ആവശ്യമായ സർജറികൾ വേണ്ടി വരുമ്പോൾ അതിനെല്ലാം ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 10 വർഷം മുമ്പ് ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത എന്നെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സന്മനസ്സുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇനിയും ഒരുപാട് ഹൃദയതാളങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് ക്രമപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് സർവേശ്വരൻ ദീർഘായുസ് കൊടുത്ത് ആരോഗ്യത്തോടെ ഇരുത്തട്ടെ എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മധൂർ മൂലോട് മസ്ജിദുൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹല്ല് സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. മൂലോട് മസ്ജിദുൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഹല്ലെ എല്ലാ കുടുംബാംഗങ്ങളെയും സംഘടിപ്പിച്ച് മഹല്ല് സംഗമം സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളായ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പള്ളിയുടെ പരിപാലനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളി കേന്ദ്രീകരിച്ച ഒരു മഹല്ല് സംവിധാനം അത് മുന്നോട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളതിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഒരു മഹല്ല് പ്രസിഡന്റിന്റെയോ ഒരു മഹല്ല് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ കേവലം കമ്മിറ്റി അംഗങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല എന്നുള്ളതും, മറിച്ച് എല്ലാവരുടെയും, ഒരു മഹല്ലിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം. മഹല്ല് പ്രസിഡന്റ് എസ് യൂസഫ് അധ്യക്ഷനായി. ജില്ലാ ഭാരവാഹി എ പി നാസർ മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് സെക്രട്ടറി അബ്ബാസ്, അനസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായ്. മങ്കര JCIയുടെ നേതൃത്വത്തിൽ നടത്തിയ വാരാഘോഷ പരിപാടികൾക്ക് സമാപനമായി. സാമൂഹ്യ സേവനം, നൈപുണ്യ വികസനം, ആരോഗ്യ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ യുവാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വാരാഘോഷം സംഘടിപ്പിച്ചത്. മാത്രമാണ് നാഷണൽ ലെവലില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 2 ജില്ലകളിലായിട്ട് 60ഓളം എല്ലോളുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട JCIയുടെ 3rd ഡേയില് JCI വീക്കില് JCI ഇന്ത്യയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറിയ നമ്മുടെ കോളേജ് ട്രിക്ക് അക്കാദമിക്ക് അത് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു. സോൺ പ്രസിഡന്റ് സപ്പോർട്ട്, അതേപോലെ സോൺ വൈസ് പ്രസിഡന്റ് ഫുൾ ടൈം സപ്പോർട്ട്, അതുപോലെ JCIക്ക് എന്റെ സപ്പോർട്ട്, കോർഡിനേറ്റർ സപ്പോർട്ട് JC റഫീഖ് ബ്രോ, അഭിജിത്തിന്റെ. ഇന്ത്യയിലുടനീളം JCIയുടെ ആയിരക്കണക്കിന് ചാപ്റ്ററുകളിൽ ഇത്തരം പരിപാടികൾ സെപ്റ്റംബർ 9 മുതൽ 15 വരെ നടന്നു വരുന്നുണ്ട്. ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവാർന്ന സംഭാവനകൾ നൽകിയ വ്യക്തികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. വിവിധ പ്രോഗ്രാമുകളിൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ് അപകടത്തിൽപ്പെട്ട സ്ത്രീയെ രക്ഷിച്ച റെയിൽവേ ജീവനക്കാരൻ തേനൂർ സ്വദേശി രാഘവനുണ്ണിയെ ഔട്ട്സ്റ്റാൻഡിംഗ് യങ് പേഴ്സൺ അവാർഡ് നൽകി ആദരിച്ചു. ജൈവകൃഷി മേഖലയിൽ മികവാർന്ന സംഭാവനകൾ നൽകിയ കർഷകരുടെ ശബ്ദമായ ചന്ദ്രൻ മങ്കരയ്ക്കാണ് 2025 ടോബിപ്പ് അവാർഡ്. JCI മേഖലാ
28 സോൺ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. മങ്കര ട്രിപ്പിൾ എൻ അക്കാദമി പ്രസിഡന്റ് എം ജസീൽ അധ്യക്ഷത വഹിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ്, സോൺ ഡയറക്ടർ അഭിജിത്ത് രാഗേഷ്, വീക്ക് കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ്, അക്കാദമിക് ചെയർമാൻ പ്രവീൺ എസ് മാധവൻ എന്നിവർ സംസാരിച്ചു. പ്രതിഭ എസ് സ്വാഗതവും ജയപ്രഭ എം നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ചെറുതുരുത്തി നെടുമ്പര മക്ക ആണ്ട് നേർച്ച അതിവിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. നേർച്ചയോടനുബന്ധിച്ച് അന്നദാനവും ഒരുക്കിയിരുന്നു. اللهم أوصل وبلغ مثل ثواب ما قرأناه من قراءتك العظيم وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة. രാവിലെ സൊലാത്ത്, മൗലിദ്, കൂട്ടപ്രാർത്ഥന എന്നിവ നടന്നു. ദുആസംഗമത്തിന് ഷാഹുൽ ഹമീദ് നിസാമി, അഹമ്മദുൽ കബീർ അഷറഫി എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകൾക്കുള്ള അന്നദാന വിതരണവും നടന്നു. സംഘാടകരായ PS സിറാജുദ്ദീൻ, PH ബഷീർ, സദക്കത്തുള്ള, AH ഹംസ, PS ഷൗക്കത്ത് അലി, ഷാഫി, ഉനൈസ്, അബ്ദുൽ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന പോലീസ് സേനയിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെട്ട് BJP. തൃശൂർ ACP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. P ശശിയാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ. ഷൊർണൂരിൽ BJPയുടെ DYSP ഓഫീസ് മാർച്ച്. റീൽസ് വീഡിയോ ചിത്രീകരണം. ചാവക്കട ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. പരിക്കേറ്റത് മണത്തല സ്വദേശി സൽമാൻ ഫാരീസിന്. ഫാരീസ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വടക്കാഞ്ചേരി ചേപ്പിലക്കാട് ജനവാസ മേഖലയിൽ ഒരാഴ്ചയായി ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. രാത്രി വീടുകൾക്ക് സമീപം വരെ ആനകളെത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായും പരാതി. കേരള പിറവി ദിനത്തിൽ സമര പ്രഖ്യാപനത്തിനൊരുങ്ങി കർഷക മുന്നേറ്റം. പറമ്പിക്കുളം ആളയാർ കരാറിന്റെ കാര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാക്കുപാലിച്ചില്ല. മന്ത്രിയായതോടെ കെ കൃഷ്ണൻകുട്ടി കർഷകരെ വിസ്മരിച്ചെന്ന് കർഷക മുന്നേറ്റം മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ. എലപ്പുള്ളിയിലെ നെല്ല് സംഭരണ വിപണന സംസ്കരണ കേന്ദ്രമായ പാഡിക്കോയിൽ കോടികളുടെ ക്രമക്കേടെന്ന് ആരോപണം. സഹകരണ സംഘത്തിന്റെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചവരെ കണ്ടെത്തി സ്വത്തുകൾ കണ്ടുകെട്ടണമെന്ന് പാഡിക്കോ സംരക്ഷണ സമിതി പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.